ഒരു അസൈൻമെൻറ്റ് മൊത്തം എഴുതി തീർക്കുമ്പോൾ എനിക്കില്ലാത്ത സന്തോഷമാണ് അതിൻ്റെ ഫ്രണ്ട് പേജ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടാവല്. ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും മിക്കവാറും എല്ലാവരുടെയും അവസ്ഥ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്രണ്ട് പേജ് ഡിസൈനിങ് ഐഡിയ നോക്കാം. ഇതിൻ്റെ കയ്യിൽ ജപമാല കാലം തൊട്ടേ ഇരിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. അതുപോലെ ഏതെങ്കിലും ഒരു സ്കെച്ച് പെൻ എടുക്കുക, എന്നിട്ട് A4 ഷീറ്റിൻ്റെ ചുറ്റിലും ഇറഗുലർ ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കോർണറിൽ ഒരു ഇച്ചിരി എംപ്റ്റി സ്പേസ് വെക്കണേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു കോർണറിൽ ഒരു ഇച്ചിരി സ്പേസ് ഞാൻ വിട്ടത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സ്പേസ് നമ്മൾ വിടണമെന്ന്. ഇനി ഒരു ബ്ലാക്ക് ഇങ്ക് പേന എടുത്തിട്ട് വരിക. നേരത്തെ സ്കെച്ച് പെൻ വെച്ച് വരച്ചതിൻ്റെ സൈഡിലൂടെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കുമ്പോഴുള്ള ലുക്ക് ഇങ്ങനെ ആയിരിക്കും. ഇനി ആ എംപ്റ്റി സ്പേസിലേക്കുള്ള പരിപാടി നോക്കാം. ഇവിടെ ഒരു ബോ ആണ് നമുക്ക് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെൻസിൽ എടുക്കുക, സിംപ്ലി ഒരു ബോ വരച്ചു കൊടുക്കുക. എൻ്റെ ചിത്രരചനയിലെ പ്രാവീണ്യം കാരണം എൻ്റെ ബോൻ്റെ ഷേപ്പ് വേറെന്തോ ആയിപ്പോയി. അപ്പം ഞാൻ മാറ്റിയിട്ട് വേറൊരു ബോ ആണ് വരച്ചു കൊടുത്തത്. ഇത്തവണ വലിയ തിരക്കേടില്ലാത്തൊരു ബോ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ കൂടെ ഒരു ബ്ലാക്ക് ഇങ്ക് പേന വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് വിട്ട ഭാഗം പൂരിപ്പിക്കലാണ്. സ്കെച്ച് പെൻസ് വെച്ചിട്ട് ഇതുപോലെ ആ ഭാഗം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബോനെ സ്കെച്ച് പെൻസ് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ബോ പെയിൻറ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ക്യൂട്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിങ്ക് കളർ സ്കെച്ച് പെൻസ് എടുത്തത്. കുത്തിയിരുന്നൊരു അസൈൻമെൻറ്റ് മൊത്തം എഴുതിയിട്ട് അതിൻ്റെ ഒരു കവർ പേജ് മാത്രം കളർ അടിച്ച് കൊണ്ടു ചെന്നാലും ചില ടീച്ചേഴ്സിന് ഭയങ്കര ദേഷ്യമായിരിക്കും. അതായത് കംപ്ലീറ്റ് ഒരു അസൈൻമെൻറ്റ് ചെയ്തിട്ടും അതിൻ്റെ ഈ ഫ്രണ്ട് പേജിൽ കളർ അടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഭയങ്കരമായിട്ട് ചീത്തയേക്കും. എൻ്റെ സ്കൂൾ ലൈഫിലും അങ്ങനത്തെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇത് പരീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഇതൊരു ക്യൂട്ട് ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോ.